ഹരി ഓം. ദശകം 23, ശ്ലോകം 3. ഷഷ്ട്യാ തതോ ദുഹിതൃഭിസൃജത കുലൗഖാൻ ദൗഹിത്രസൂനുരഥ തസ്യ സവിശ്വരൂപഃ ത്വത്സ്തോത്രവർമ്മിതമജാപയദിന്ദ്രമാജൗ ദേവഃ ത്വദീയമഹിമാ ഖലു സർവജൈത്രഃ. പദച്ഛേദം ചെയ്തു നോക്കാം. ഷഷ്ട്യാ തതഃ, തതഹയാണ് തതോ എന്ന് വരുന്നത്. ഷഷ്ട്യാ തതഃ ദുഹിതൃഭിഹി സൃജതഃ കുല ഓഘാൻ. കുല ഓഘാൻ ആണ് കുലൗഘാൻ. ഷഷ്ട്യാ തതോ ദുഹിതൃഭി സൃജത കുലൗഘാൻ ദൗഹിത്ര സൂനുഹു അധ തസ്യ സഹ വിശ്വരൂപഃ. ദൗഹിത്രസൂനുരഥ, ദൗഹിത്രസൂനുഹു അധ. സൂനുഹു വിസർഗവും ആയും മാറിയിട്ട് രായാവുന്നു. സൂനുരഥ ദൗഹിത്രസൂനുരഥ തസ്യ സ വിശ്വരൂപഃ ത്വത് സ്തോത്ര വർമ്മിതം അജാപയത് ഇന്ദ്രം ആജൗ. ത്വത്സ്തോത്രവർമ്മിതം പ്ലസ് അജാപയത് പ്ലസ് ഇന്ദ്രം പ്ലസ് ആജൗ. ത്വത്സ്തോത്രവർമ്മിതമജാപയദിന്ദ്രമാജൗ. ദേവ അവിടെ സംബോധന. ദേവ ത്വദീയ മഹിമാ ഖലു സർവജൈത്രഃ. ദേവ ത്വദീയ മഹിമാ ഖലു സർവജൈത്രഃ. ഷഷ്ട്യാ തതോ ദുഹിതൃഭിസൃജത കുലൗഘാൻ ദൗഹിത്രസൂനുരഥ തസ്യ സവിശ്വരൂപഃ ത്വത്സ്തോത്രവർമ്മിതമജാപയദിന്ദ്രമാജൗ ദേവ ത്വദീയ മഹിമാ ഖലു സർവജൈത്രഃ. ശ്ലോകം 3 അന്വയവും അർത്ഥവും നോക്കാം. ശ്ലോകം 2 നമ്മൾ പറഞ്ഞു ദക്ഷൻ്റെ 10,000 പിന്നത്തെ 1000 പുത്രന്മാരെ മോക്ഷമാർഗത്തിലേക്ക് തിരിച്ചുവിട്ട നാരദനെ ദക്ഷൻ ശപിക്കുന്നു. ഒരിടത്തും അടങ്ങിയിരിക്കാതെ, ഒരിടത്തും പാർക്കാൻ കഴിയാതെ ഇങ്ങനെ നടക്കട്ടെ എന്ന് ശപിച്ചു. ആ ശാപം ഒരു അനുഗ്രഹമായിട്ട് നാരദൻ വിചാരിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ടോ ഇനിയിപ്പോൾ ഇതിലെന്താണ് വരേണ്ടത്? അപ്പോൾ ദക്ഷന് ഈ ശ്ലോകത്തിൽ 3-ാം ശ്ലോകത്തിൽ പറയുന്നു ദക്ഷന് പുത്രിമാർ ജനിക്കുന്നു, ആ പുത്രിമാരിലൂടെ സൃഷ്ടി വർദ്ധിപ്പിക്കുന്നുവെന്ന്. തതഃ ഷഷ്ട്യാ ദുഹിതൃഭിഹി കുലൗഘാൻ സൃജതഃ തസ്യ. തതഃ ഷഷ്ട്യാ ദുഹിതൃഭിഹി കുലൗഘാൻ സൃജതഃ തസ്യ. തതഃ അതിനുശേഷം ഷഷ്ട്യാ 60 ദുഹിതൃഭിഹി പെൺമക്കൾ വഴിയായിട്ട്, അതാണ് ദുഹിതൃഭിഹി പെൺമക്കൾ വഴിയായിട്ട് കുലൗഘാൻ സൃജതഃ. കുലൗഘാൻ പല പല വംശങ്ങളെയും സൃജതഃ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന തസ്യ ആ ദക്ഷൻ്റെ. അപ്പം അതിനുശേഷം 60 പെൺമക്കൾ വഴി, അപ്പോൾ 60 പെൺമക്കളുണ്ടായി. ആ പെൺമക്കൾ വഴിയായിട്ട് പല വംശങ്ങളെയും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ആ ദക്ഷൻ്റെ ദൗഹിത്രസൂനുഹു സഹ വിശ്വരൂപഃ. ദൗഹിത്രസൂനുഹു എന്ന് പറഞ്ഞാൽ മകളുടെ മകൻ്റെ മകനായ ആ വിശ്വരൂപൻ. അപ്പം ദക്ഷൻ്റെ മകളുടെ മകൻ്റെ മകനാണ് വിശ്വരൂപൻ. അപ്പോൾ എന്താ, ദക്ഷൻ്റെ ഗ്രാൻഡ് സൺ ആണ് വിശ്വരൂപൻ. അധ ആജൗ ഇന്ദ്രം ത്വത് സ്തോത്രവർമ്മിതം അജാപയത്. അധ പിന്നീട് ആജൗ ഇന്ദ്രം ത്വത് യുദ്ധത്തിൽ ദേവേന്ദ്രനെ, അധ ആജൗ പിന്നീട് യുദ്ധത്തിൽ ഇന്ദ്രം എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രനെ ത്വത് സ്തോത്രവർമ്മിതം അജാപയത് നിന്തിരുവടിയുടെ സ്തോത്രം കൊണ്ട്, സ്തോത്രവർമ്മിതം അതാണ് സ്തോത്രം കൊണ്ട് അജാപയത് രക്ഷ ചെയ്ത് ജയിപ്പിക്കുകയുണ്ടായി. അപ്പം ആ യുദ്ധത്തിൽ ദേവേന്ദ്രനെ ആരാണ്? വിശ്വരൂപൻ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. യുദ്ധത്തിൽ ദേവേന്ദ്രനെ രക്ഷിച്ചു. എങ്ങനെ? ഭഗവാന്റെ സ്തോത്രം കൊണ്ട്. ദേവ
തുതീയ മഹിമ സർവജൈത്ര ഖലു. അല്ലയോ ഭഗവാനെ, നിന്തിരുവടിയുടെ മാഹാത്മ്യം എല്ലാവരെയും ജയിക്കുന്നതാണല്ലോ. അപ്പോൾ അത്രയ്ക്ക് മാഹാത്മ്യമാണല്ലോ ഭഗവാനുള്ളത് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ദേവാ, അല്ലയോ ഭഗവാനെ, തുതീയ മഹിമ, നിന്തിരുവടിയുടെ മാഹാത്മ്യം സർവചൈത്ര, എല്ലാവരെയും ജയിക്കുന്നതാണല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം എന്ന് വെച്ചാൽ ഈ 10,000-ഉം 1000-ഉം അങ്ങനെ അത്രയും പുത്രന്മാരെ പിന്നെ എന്താ പറയണ്ട, ഈ നാരദൻ ഭഗവാന്റെ വഴിയിലേക്ക് തിരിച്ചു വിട്ടു എന്ന് പറഞ്ഞു. അതിന് ശേഷം പിന്നെ ദക്ഷന് 60 പെൺമക്കളുണ്ടായി. അപ്പോൾ അവർ വഴിക്ക് പല പല വംശങ്ങളെയും ഈ ദക്ഷൻ സൃഷ്ടിക്കാൻ തുടങ്ങി. അപ്പം അവരിൽ ഒരു മകളായ 60 പെൺമക്കളിൽ ഒരു മകളായ അതിഥിയുടെ മക്കളായിട്ടുള്ള 12 ആദിത്യന്മാർ. അപ്പോൾ 60 മക്കളിൽ ഒരു മകളായ ആദിതി എന്നാണ് ഒരു മകളുടെ പേര്. ആ അതിഥിക്ക് 12 ആദിത്യന്മാരുണ്ടായതിൽ നാലാമൻ്റെ പേരാവൺ ത്വഷ്ടാവ്. നാലാമൻ്റെ പേര് ത്വഷ്ടാവ്. ആ ത്വഷ്ടാവിന് ഒരു അസുര സ്ത്രീയിൽ ജനിച്ച പുത്രനാണ് വിശ്വരൂപൻ. അപ്പോൾ ദക്ഷൻ്റെ 60 മക്കളിൽ ഒരു മോള്, ആ ഒരു മോളുടെ പേര്, ആ അതിഥിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ അതിഥിയുടെ 12 മക്കളായിട്ടുള്ള ആദിത്യന്മാരിൽ നാലാമനായ അവൻ്റെ പേരാണ് ത്വഷ്ടാവ്. ആ ത്വഷ്ടാവിന് ഒരു അസുര സ്ത്രീയിൽ ജനിച്ച പുത്രനാണ് വിശ്വരൂപൻ. അപ്പോൾ ഈ ബൃഹസ്പതി ഒരിക്കൽ കോപിച്ച് ഇന്ദ്രനെ ഉപേക്ഷിച്ചു പോയി. അപ്പോൾ ഈ ദേവന്മാർ ബ്രഹ്മാവിൻ്റെ ഉപദേശം അനുസരിച്ച് വിശ്വരൂപനെ പുരോഹിതനായിട്ട് വരിച്ചു. അപ്പോൾ ആ വിശ്വരൂപൻ ഈ ദേവാസുര യുദ്ധത്തിൽ നാരായണ കവച മന്ത്രം കൊണ്ട് ഈ ദേവേന്ദ്രനെ ജയിപ്പിച്ചു, രക്ഷിച്ചു. അപ്പോൾ ഈ നാരായണ കവച മന്ത്രത്തിന് അത്ര ശക്തിയാണെന്നാണ് പറയുന്നത്. ഈ നാരായണ കവച മന്ത്രം ഭാഗവതം 6ാം സ്കന്ധം 8ാം അധ്യായത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ് ഈ നാരായണ കവച മന്ത്രം. അപ്പോൾ ആ നാരായണ കവച മന്ത്രം ഭഗവാന്റെ പ്രേരണയാലായിട്ടാണ് വിശ്വരൂപൻ ഇന്ദ്രന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആ മന്ത്രം കാരണം ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രന് ജയിക്കാൻ സാധിച്ചു. നമ്മളും ഈ നാരായണ കവച മന്ത്രം ജപിക്കുന്നത് വളരെ വിശേഷമാണ്. അത് കവചം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷനല്ലേ, നമുക്ക് ചുറ്റും ഒരു പ്രൊട്ടക്ഷനായിട്ട് നിൽക്കും ഈ നാരായണ കവചം. ഷഷ്ട്യാ തതോ ദുഹിതൃഭി സൃജത കുലൗഖാൻ ദൗഹിത്രസൂനുരഥ തസ്യ സ വിശ്വരൂപഃ ത്വസ്തോത്രവർമ്മിതമജാപയദിന്ദ്രമാജോ ദേവ ത്വദീയ മഹിമ ഖലു സർവജൈത്രഃ.